നമ്മെ സ്നേഹിക്കുന്ന, അപ്പനെ പോലെ സ്നേഹിക്കുന്ന, ജീവൻ നൽകി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, മനസ്സിലേക്കും ശരീരത്തിലേക്കും നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും കർത്താവ് പരിശുദ്ധാത്മാവിനെ, സ്വർഗത്തിൻ്റെ ശക്തിയെ അയക്കുന്നു. നമ്മുടെ അനുഭവമാണ്, നമ്മുടെ വിശ്വാസമാണ്, ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ വചനപ്രകാരം പറയുന്നു: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ. നാമത്തെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈശോയെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈശോ പറയുന്ന വചനങ്ങൾ, ഈശോ നൽകിയ വഴി, അത് സ്വീകരിക്കുക. അങ്ങനെ ഈശോയിൽ വിശ്വസിച്ച് ഈശോയെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ ദൈവം, അല്ലെങ്കിൽ ഈശോ കഴിവ് നൽകി. ഇന്ന് സന്തോഷത്തോടെ ഈ വലിയ ദാനത്തെ ഓർത്ത് നന്ദി പറഞ്ഞു സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വചനം നമ്മോട് പറയുന്നു: അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം പറയുക, ഇപ്രകാരം ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട്, മകനും മകളുമായിട്ട് മാറുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് രൂപപ്പെട്ടവരാണ്. അങ്ങനെ എനിക്കൊന്ന് സന്തോഷത്തോടെ സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഉരുവായത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൽ നിന്നാണ് നമ്മൾ വന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വലിയ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞാണ് തുടങ്ങുക: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണുതാനും. നമ്മള് ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുവാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന്റെ മകനും മകളും ഒക്കെ ആയിട്ട് അറിയപ്പെടാൻ, അല്ലെ അപ്രകാരം ദൈവത്തിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ളേ? പലപ്പോഴും കർത്താവ് ഏറെ നമ്മെ അനുഗ്രഹിച്ചിട്ടും വചനത്തിലൂടെയും ബോധ്യങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമ്മളെ ഏറെ നയിച്ചിട്ടും അതൊക്കെ വേണ്ടാന്ന് വെച്ച് പലപ്പോഴും ചിന്തയിലെ, വികാരങ്ങളിലെ, വാക്കിലെ, പ്രവൃത്തിയിലൊക്കെ പാപത്തിൽ വീണു പോയവരാ നമ്മൾ. അങ്ങനെ നമ്മൾ ദൈവത്തെ വേദനിപ്പിച്ചവരും ദൈവത്തിന്റെ വലിയ വിശുദ്ധിക്ക് യോഗ്യരല്ലാത്തവണ്ണം പാപത്തിൽ വീണു പോയവരും ആയിരുന്നിട്ട് കൂടെ നമ്മെ ദൈവം മക്കളായിട്ട് സ്വീകരിച്ചു. ഇതിന് ഏറ്റവും വലിയ ദൈവസ്നേഹത്തിന്റെ അടയാളം വചനം നമുക്ക് പറഞ്ഞു തരിക. കരമുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുവാണ്: ദൈവം എപ്രകാരം നമ്മെ സ്നേഹിച്ചു, അമ്മയേക്കാൾ ഉപരിയായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-16 വാക്യങ്ങൾ: മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, അമ്മയേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം അനുദിനം കർത്താവിനെ കുറിച്ച്, ദൈവസ്നേഹത്തെ കുറിച്ച് ഓർക്കുകയും അതിനനുസ്മരിച്ച് അത് അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തെ സന്നിധി ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യത്തോടൊപ്പം തന്നെ ഈ ദൈവസ്നേഹം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ
ഈ സ്വർഗപിതാവിന്റെ സ്നേഹം അനുഭവിക്കണം, ആസ്വദിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. സ്തുതിച്ചു പാടിക്കൊണ്ട് ഈ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നോട് സ്നേഹത്തോടെ പാടിക്കേ. ആവർത്തിച്ച് ചെന്ന് പാടി, എന്റെ ഈശോ എന്റെ ദൈവം സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നോട് സൃഷ്ടിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്നെ സ്നേഹിച്ചവൻ, അമ്മയെക്കാളെന്നെ സ്നേഹിപ്പവൻ, പുത്രനെ നൽകി രക്ഷിച്ചവൻ. ആരാധിച്ചു പാടുന്നു. അമ്മയെക്കാളെന്നെ സ്നേഹിപ്പവൻ, പുത്രനെ നൽകി രക്ഷിച്ചവൻ. ദൈവമേ, സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ, സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നോട് സ്രഷ്ടാവ്. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ സന്തോഷത്തോടെ ആവർത്തിച്ചു പാടി. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നോട് സ്നേഹിച്ചവൻ. ഒന്ന് സ്തുതിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ, ഉള്ളിനുള്ളിന്ന് സ്തുതിച്ചേ, നന്ദി എന്ന് പറഞ്ഞ് സ്തുതിച്ചേ, മാലാഖമാരോട് ചേർന്ന് സ്തുതിച്ചേ, സ്വർഗത്തോട് ചേർന്ന് സ്തുതിച്ചേ, പിതാവായ ദൈവത്തെ ഓർത്ത് സ്തുതിച്ചേ. എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ പരിപാലിക്കുന്ന ദൈവം, ദൈവത്തിന്റെ മകനും മകളുമാക്കി എന്നെ മാറ്റിയ ദൈവം, പോലെ അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്റെ കണ്ണുകളിൽ കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കാത്ത എന്റെ ദൈവം, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ലൂക്കാസ് വിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ധൂർത്തപുത്രന്റെ ഉപമ നമ്മുടെ മുമ്പിൽ വചനം വെക്കുക. യഥാർത്ഥത്തിൽ ധൂർത്തനായ പുത്രന്റെ എല്ലാം മറിച്ച് സ്നേഹമുള്ള ഒരു അപ്പന്റെ ഉപമയാണ് ഉപമയെന്ന് നമുക്കറിയാം. അവിടെ അപ്പന്റെ ഹിതത്തിനെതിരായി എന്ന് മാത്രമല്ല, അപ്പനെ നാണക്കേടുണ്ടാക്കിയിട്ട്, അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നശിപ്പിച്ചിട്ട് ഇതാ ആ മകൻ ഇറങ്ങിപ്പോവുക. എല്ലാം നശിപ്പിച്ച അവസാനം അവൻ തിരികെ വരാൻ നേരത്ത് അവൻ അറിയാം, ഈ വീട്ടിലേക്ക് കയറാൻ പോലും യോഗ്യത എനിക്കില്ല, നീ മകനെന്ന് വിളിക്കപ്പെടാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ടാണ് അവൻ അപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ അപേക്ഷിക്കുക? വേലക്കാരനായിട്ടെങ്കിലും എന്നെ ഒന്ന് സ്വീകരിക്കണേ, കാരണം ഞാൻ പട്ടിണിയില്ല, ഞാൻ ദുരിതത്തില, എൻ്റെ കയ്യിലിരിപ്പുണ്ട്, എൻ്റെ ദുർനടപ്പ് കാരണം ഞാൻ ഈ അവസ്ഥയിലായിപ്പോയി. അതാണ് തിരിച്ചു വരുമ്പോ ആ മകന്റെ മനോഭാവം. എന്നാൽ ആ അപ്പന്റെ മനോഭാവം എന്താ? അവൻ തന്നെ വേദനിപ്പിച്ചവനാണെങ്കിലും, തൻ്റെ പേരിന് കളങ്ക വരുത്തിയവനാണെങ്കിലും, തൻ്റെ സമ്പത്ത് നശിപ്പിച്ചവനാണെങ്കിലും, തന്നെ തള്ളിപ്പറഞ്ഞവനാണെങ്കിലും അതൊന്നും ഓർക്കാതെ ഈ മടങ്ങി വരുന്ന മകന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് വാരിപ്പുണരുന്നതാണ് നമ്മൾ കാണുക. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈ സംഭവത്തെ എടുത്തു വെച്ചിട്ട് ദൈവത്തിന്റെ വചനം പറയുവാണ്, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ തെറ്റുകളും പാപങ്ങളും വീഴ്ച ഉണ്ടായിക്കോട്ടെ, അതിനൊന്ന് ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തെങ്കിലേക്ക് തിരിയാൻ നമ്മൊന്ന് മനസ്സ് കാണിച്ചേ. നമ്മെക്കുറിച്ചാണ് ഉപമ പറയുക. എന്താ പറയുന്നറിയോ? നമ്മുടെ അപ്പനായ ദൈവം ഓടി വന്ന് നമ്മെ മാറോടണയ്ക്കുന്ന ദൈവം. എന്നാലും നീ അങ്ങനെ ചെയ്തില്ലേ, എന്നാലും നീ ആ വഴി പോയില്ലേ, എന്നാലും നീ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ല, മറിച്ച് അത് ഓർമ്മിക്ക പോലും ചെയ്യാതെ
നമ്മെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഗാനത്തിന്റെ വരികൾ ഇതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. തിരുമാറിൽ അണച്ചെന്നെ തഴുകിടുന്നു. ആരെ തഴുകണേ? ആരെയാണ് കെട്ടിപ്പിടിക്കുന്നേ? അത് പാപിയായ അകന്നുപോയ ഇതേ ദൈവത്തെ വേദനിപ്പിച്ച എന്നെയാണ്, നമ്മളെ ഓരോരുത്തരെയാണ്. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുമാറിലാണ് ചെന്നി തഴുകിടുന്നു ഓമനക്കുട്ടനെൻ എന്നെ വിളി ദൈവമേ. പാപിയായിട്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവമേ. തിരുമാറിലാണ് ചെന്നി തഴുകിടുന്നു ഓമനക്കുട്ടനെൻ എന്നെ വിളിച്ചു മകനായിട്ട് മകളായിട്ട് സ്വീകരിക്കാൻ ദൈവമേ. നിനക്കായി തുടിക്കുന്നു എൻ ഹൃദയം എന്നരുളി ആദൻ സ്നേഹമതാ. കർത്താവേ, നിനക്കായി തുടിക്കുന്നു എൻ ഹൃദയം എന്നരുളി ആദൻ സ്നേഹമതാ. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാ അവനല്ലോ എന്നോട് സന്തോഷത്തോടെ ചെന്ന് പാടി. പിതാവിനെ സ്നേഹിച്ചിടാ അവനല്ലോ എന്നോട് അമ്മയേക്കാൾ സ്നേഹിപ്പവൻ, അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ, പുത്രനെ നൽകി രക്ഷിച്ചവൻ ദൈവമേ. അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ, പുത്രനെ നൽകി സ്വർഗപിതാവിനെ സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാ അവനല്ലോ എന്നോട് സൃഷ്ടാവേ. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാ അവനല്ലോ എന്നോട് സ്നേഹത്തോടൊന്ന് സ്തുതിച്ചേ, കർത്താവിനെ സ്തുതിച്ചേ, മാലാഖമാരോട് ചേർന്ന് സ്തുതിച്ചേ, ആരാധിച്ചേ, മഹത്വപ്പെടുത്തിക്കേ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണല്ലോ ദൈവത്തെ ആരാധിക്കാന്നുള്ളത്. എങ്കിൽ സ്നേഹത്തോടെ നല്ലവനായ ദൈവത്തെ സ്തുതിച്ചേ, ആരാധിച്ചേ. പാപത്തെ വീണുപോയിട്ടും അനുദപിക്കാൻ തയ്യാറാകുമ്പോ നമ്മെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ദൈവം, മാറോടണയ്ക്കുന്ന ദൈവം, ഒന്ന് കുറ്റപ്പെടുത്ത പോലും ചെയ്യാതെ, വീണുപോയ പാപം കുറിച്ച് ഓർമ്മിപ്പിക്കുക പോലും ചെയ്യാതെ അതെല്ലാം തുടച്ചു നീക്കി നമ്മെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാമ നിറക്കുന്ന ദൈവം. ദൈവത്തെ സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ. ഈ ദൈവത്തെക്കുറിച്ച്, നല്ലവനായ ദൈവത്തെക്കുറിച്ച് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഇടം വലം തിരിയുമ്പോ നമ്മുടെ വഴികളിൽ നമ്മെ കൂടെ നടന്ന്, സഹായകനായിട്ട് കൂടെ വന്ന്, സംരക്ഷകനായിട്ട് കൂടെ വന്ന് അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ച് തരുന്ന നമ്മുടെ ദൈവം, അപകട മേഖല ചൂണ്ടിക്കാണിച്ചെന്ന നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത വഴികളിലൂടെ നടന്നു പോകുമ്പോൾ മനസ്സിൽ കർത്താവ് സംസാരിച്ചിട്ടില്ലേ, ഇത് വേണ്ട, ഇത് അപകടവാ, ഇത് വേണ്ട, ഇത് അപകടവാ. പലപ്പോഴും കർത്താവിന്റെ ഈ സ്വരത്തിന് നമ്മൾ കാതോർക്കാതെ കടന്നു പോയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല അപകടങ്ങളും കടന്നു വന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇടം വലം തിരിയുമ്പോൾ പിന്നിൽ നിന്ന് അപകട വഴികൾ കാണിച്ചു തരുന്നവനവൻ, കൂടെ വന്ന് സംരക്ഷിക്കുന്നവനവൻ, കൂടെ വന്ന് നമ്മെ നയിക്കുന്നവനവൻ. ആ ദൈവത്തെ സ്നേഹത്തോടെ ഓർക്കുകയും ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ പോയാലും ഈ കർത്താവിന് ആലോചന ചോദിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ടേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇടം വലം തിരിയുമ്പോൾ പിന്നിൽ നിന്ന് അപകട വഴികൾ കാണിപ്പവൻ, കർത്താവായ ദൈവമേ. ഇടം വലം തിരിയുമ്പോൾ പിന്നിൽ നിന്ന് അപകട വഴികൾ ദൈവമേ. രോഗപീഠ
പീഡകൾ മാറ്റി എന്നെ പാപത്തിൻ കുഴിയിൽ നിന്നുയർത്തി. രോഗപീഡകൾ മാറ്റി എന്നെ പാപത്തിൻ കുഴിയിൽ നിന്നുയർത്തി. രോഗപീഡകൾ മാറ്റി എന്നെ പാപത്തിൻ കുഴിയിൽ നിന്നുയർത്തി. രോഗപീഡകൾ മാറ്റി എന്നെ പാപത്തിൻ കുഴിയിൽ നിന്നുയർത്തി. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നുടെ സൃഷ്ടാവ്. സന്തോഷത്തോടെ സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നുടെ സൃഷ്ടാവ്. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ പുത്രനെ നൽകി രക്ഷിച്ചവൻ. അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ പുത്രനെ നൽകി രക്ഷിച്ചവൻ. ദൈവമേ, സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നുടെ സൃഷ്ടാവ്. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നുടെ സ്നേഹത്തോടൊന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ നന്ദി എന്ന് പറഞ്ഞു, ഈശോയെ നന്ദി എന്ന് പറഞ്ഞു. മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കട്ടെ, സ്വർഗീയ ബന്ധങ്ങളോട് ചേർന്ന് സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും ദൈവത്തെ സ്തുതിക്കട്ടെ. ഈശോയെ, 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 സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗപിതാവേ, പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളോട്ട് വേദനയോടെ മാപ്പപേക്ഷിച്ചോണ്ട് നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഇപ്രകാരം സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്വന്തം മകനും മകളുമായിട്ട് അർഹതയില്ലാതിരുന്നിട്ടും നമ്മെ കണക്കാക്കിയ ദൈവം, നമുക്ക് വേണ്ടി കുരിശുമേ തൂങ്ങി മരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് വീണ്ടും വിശുദ്ധീകരിച്ച് നമുക്ക് ദൈവപുത്ര സ്ഥാനം നൽകുന്ന ആ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ, ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് അറിയുമ്പോൾ നമ്മിൽ നിന്നുണ്ടാകേണ്ട ആ ഒരു പ്രതിസ്നേഹമാണല്ലോ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഗാനത്തിന്റെ വരികോടെ ചെന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്. ഒരു നീർച്ചാലിനെ എത്രത്തോളം തീഷ്ണതയോടെ ദാഹിച്ച് ആഗ്രഹിച്ച ഒരു മാൻപേട അന്വേഷിച്ച് നടക്കുന്നോ അതുപോലെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കും. അതുപോലെ ദൈവത്തിന്റെ വഴികളെയും ദൈവവചനത്തെയും ഞാൻ അന്വേഷിക്കും. ദാഹത്തോടെ ദൈവത്തോട് ചേർന്ന്, ദൈവ ആരാധനയോട് ചേർന്ന് ഞാൻ മുന്നോട്ട് പോകും. ഈ ഒരു തീരുമാനം ഉള്ളിൻ്റെ ഉള്ളിലെടുത്ത് എൻ്റെ ഈശോയെ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ച് ഞാൻ പോകില്ല. മറിച്ച് ആ ദൈവത്തോട് ചേർന്ന് എൻ്റെ വഴികളെ ഞാൻ ക്രമീകരിക്കും. ആ ദൈവത്തോട് ചേർന്ന് എൻ്റെ മനസ്സിനെയും എൻ്റെ വികാരത്തെയും ഞാൻ ക്രമീകരിക്കും. ആ ഈശോയ്ക്ക്, ആ ദൈവത്തിന് വേദനയുള്ളതൊക്കെ എൻ്റെ ജീവിതത്തിനെ എടുത്തു മാറ്റും. ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നീർച്ചാലു പേടും മാൻപേട പോൽ എൻ പ്രിയ സാധനി പ്രാപിച്ചിടാൻ. തീരുമാനമെടുത്ത് ചെന്ന് പാടി. നീർച്ചാലു പേടും മാൻപേട പോൽ എൻ പ്രിയ സാധനി പ്രാപിച്ചിടാൻ. ഗ്രഹത്തോടെ ചെന്ന് പാടി. തുടിക്കുമെൻ ഹൃദയം എന്നുമെന്നും കരുണയോടെ എന്നെ ഏറ്റിടണേ. ഈശോയെ, പിതാവേ, തുടിക്കുമെൻ ഹൃദയം എന്നുമെന്നും കരുണയോടെ വിശുദ്ധാത്മാവായ ദൈവമേ, സ്നേഹത്തോടെ പാടി. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നുടെ സൃഷ്ടാവ്. വിശ്വാസത്തോടെ സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാൻ അവനല്ലോ എന്നുടെ പോലെ സ്നേഹിക്കാൻ ദൈവത്തെ ആരാധിച്ച്. അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ പുത്രനെ നൽകി രക്ഷിച്ചവൻ. വിശ്വാസത്തോടെ പാടിക്കുകയും അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ പുത്രനെ
നൽകി രക്ഷിച്ചവൻ സ്വർഗപിതാവിനെ സ്വർഗപിതാവിനെ സ്നേഹിച്ചിനാൻ അവനല്ലോ എന്നുടെ സൃഷ്ടാവ് ഇരുമാറിലണച്ചെന്നെ തഴുകിടുന്നു ഓമനക്കുട്ടനും എന്നെ വിളിച്ചു നിനക്കായിട്ട് തുടിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം നിനക്കായി തുടിക്കുന്നു എൻ ഹൃദയം എന്നരുളി അവൻ സ്നേഹമതാ ദൈവമേ ഇടം വലം തിരിയുമ്പോൾ പിന്നിൽ നിന്ന് അപകട വഴികൾ കാണിപ്പവൻ ഈശോയെ എന്റെ ദൈവമേ രോഗപീഡകൾ മാറ്റി എന്നെ പാപത്തിൻ കുഴിയിൽ നിന്നുയർത്തി സ്വയം നീർച്ചാലു തേടും മാറ്റേട പോൽ എൻ പ്രിയ താതനെ പ്രാപിച്ചിന തുടിക്കുമെൻ ഹൃദയം എന്നുമെന്നും കരുണയോടെന്നെ ഏറ്റിടണേ സ്വയം സന്തോഷത്തോടെ പാടി സ്വർഗപിതാവിനെ സ്വർഗപിതാവിനെ സ്നേഹിച്ചിനാൻ അവനല്ലോ എന്നുടെ ആനന്ദത്തോടെ പാടി സ്വർഗപിതാവിനെ സ്നേഹിച്ചിനാൻ അവനല്ലോ എന്നെക്കാളും എന്നെ സ്നേഹിക്കുന്നവൻ അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ പുത്രനെ നൽകി രക്ഷിച്ചവൻ ദൈവമേ അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ പുത്രനെ നൽകി രക്ഷിച്ചവൻ പിതാവിനെ ആരാധിച്ചു സ്വർഗപിതാവിനെ യേശുവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്നേഹത്തോടെ നിന്നെ ആരാധിക്കുന്നു. എന്നോട് ചാന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് അനുതപിച്ചുകൊണ്ട് പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. അവിടുത്തെ സന്നിധി നിൽക്കുക. സ്വർഗ്ഗപിതാവേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ സന്നിധി ഞങ്ങൾ നിൽക്കുക. കരുണയോടെ ഞങ്ങളുടെ ബലികളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ ആരാധനകളെ ദൈവമേ സ്വീകരിക്കുക. ദൂതപുത്രനെ വാരിപ്പുണർന്ന പോലെ ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പാപ സ്വാധീനങ്ങളിൽ നിന്നും പാപ തഴക്ക ദോഷങ്ങൾ ഞങ്ങളെ വിശുദ്ധീകരിക്കണേ. കർത്താവേ, അവിടുത്തെ പ്രിയ മക്കളായിട്ട് മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, വിശുദ്ധീകരിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സകല അനീതികളിൽ നിന്നും സകല അശുദ്ധിയിൽ നിന്നും സ്ഥിരത്തെ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണം. അങ്ങനെ അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ, അവിടത്തേക്ക് സാക്ഷികളായിട്ട് ജീവിക്കാൻ ദൈവമേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ ധ്യാനിച്ച് ചെന്ന് പാടി സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാം. സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാം, അവനല്ലോ എന്നോടെ സൃഷ്ടാവ്. ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞ് എന്റെ അമ്മയെക്കാളും അപ്പനേക്കാളും എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ ദൈവം വിശ്വാസം പ്രഖ്യാപിച്ച് ചെന്ന് അമ്മയെക്കാൾ എന്നെ സ്നേഹിപ്പവൻ പുത്രനെ നൽകി രക്ഷിച്ചവൻ എന്റെ ദൈവം സ്വർഗപിതാവിനെ സ്നേഹിച്ചിടാം, അവനല്ലോ എന്നോടെ സൃഷ്ടാവ്. സ്നേഹത്തിൽ എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കും, ഒട്ടി നിൽക്കും. അങ്ങനെ ആ ദൈവത്തിൻ്റെ കൃപ എൻ്റെ ഉള്ളിലേക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ സ്വീകരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, കുമ്പസാരിക്കാൻ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കുന്ന തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. യേശു നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.